യോഹന്നാൻ 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? കഠിനകാലം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ചിലത് കഠിനകാലത്തിലാണ്. ഈ കഠിനകാലമാണ് റെക്കോർഡ് ടൈം എന്ന് പറയണത്. വളരെ ശ്രദ്ധിക്കണം. അതായത് കഠിനകാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് നിറവേറാം, പക്ഷെ നിറവേറണമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സാക്ഷിയുടെ ഒരാളെന്ന് വെച്ചാൽ അനിലയുടെ സാക്ഷി എന്ന് വെച്ചാൽ അനില ജർമ്മനി പോകാൻ വേണ്ടി കുറേ ആൾക്കാർക്ക് ഏജൻസിക്ക് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിലാണ്. എന്നിട്ട് ജർമ്മനി പോകാൻ വേണ്ടി ഫയൽ പ്രോസസ്സിങ്ങിന് കൊടുത്ത്. അപ്പോൾ അങ്ങനെ കൊടുത്ത് മൂന്ന് പേർക്ക് കൊടുത്ത്. ആദ്യം കൊടുത്ത് അത് ഫ്ലോപ്പായിപ്പോയി. രണ്ടാമത് പേരെ ഏജൻസിക്ക് കൊടുത്ത്. അവർ പറഞ്ഞ് ഞങ്ങളിത് ആദ്യമാണ്, നോക്കാം. അതും ഫ്ലോപ്പായിപ്പോയി. മൂന്നാമത്തത് പറയും ഈ ഫിസിയോതെറാപ്പിസ്റ്റിനെ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞെന്ന് അവസാന കൈക്ക് പറയും. അങ്ങനെ ഈ ഒരു ഉടമ്പടി എടുത്ത് 1 കൊല്ലമായി, പക്ഷേ 3 ഏജൻസികളും ഫ്ലോപ്പായിപ്പോയി. മനസ്സിലായില്ലേ? ഇതാണ് കഠിനകാലം എന്ന് പറയുന്നത്. ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞില്ലേ? കഠിനകാലത്ത് ചില ആൾക്കാർ വിചാരിക്കും 3 എണ്ണം ഫ്ലോപ്പായില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തോന്നുമ്പോൾ ചെല്ലാം, രോഗികളെ പോയി കാണണമെന്നില്ല, വല്ലതും കണ്ടേക്കൊള്ളാം. അപ്പം പിന്നെ നമ്മൾ ഉഴപ്പും. കഠിനകാലം തന്നെ, അതായത് സ്റ്റാൻഡേർഡ് ഉഴപ്പുകാർക്കാണ് കഠിനകാലം കൂടുന്നത്. എപ്പോഴും ഓർത്തേക്കണം കാര്യം. അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം അനുഗ്രഹം അടിച്ചു മാറ്റി തല തുണിയിട്ട് മുങ്ങാൻ വേണ്ടി വന്നിരിക്കണം. സാക്ഷ്യം പോലും പറയത്തില്ല. അത് ദൈവത്തിന് അറിയാം, ഫ്രോഡാണെന്ന് അറിയാൻ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇട്ടുകൊണ്ട് ദൈവത്തെ അത് ഈ പറഞ്ഞ വ്യക്തി ഫ്രോഡാണെന്നല്ല എൻ്റെ അർത്ഥം. പല ആൾക്കാർക്ക് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. ഇപ്പം നോക്കി ഇവരുടെ അവസ്ഥ തന്നെ നോക്കിയാണ്. ഇവർ ഫ്രോഡൊന്നുമല്ല, പക്ഷേ ഇവർക്ക് ഒരു പണിയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവർ 1 കൊല്ലമായിട്ട് 3 ഏജൻസിനെ മാറ്റി കാശ് കൊടുക്കുന്നു, ഫയൽ കൊടുക്കുന്നു. ഈ 3 കൊല്ലമായിട്ട് 3ഉം ഫ്ലോപ്പായിപ്പോയി. ഉടമ്പടി 1 കൊല്ലവും ആകുകയും ചെയ്തു, 1-2 പുതുക്കുകയും ചെയ്തു. ഒരു മാറ്റവും ഇല്ല ജീവിതത്തിൽ. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ബോധം വന്ന്. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് വന്ന ബോധം ഇതാണ്. ഒരു ദിവസം ഒരു സാക്ഷ്യം കേട്ടിവൾ. അപ്പം ഈ 1 കൊല്ലം മുഴുവൻ സാക്ഷ്യമൊന്നും കേട്ടിട്ടില്ലേ ആൾ? അച്ഛൻ്റെ ധ്യാനപ്രസംഗം കേട്ടിട്ടില്ല. വന്ന് ഉടമ്പടി എടുത്ത് പോയെന്നേ ഉള്ളു. ഈ ചൊവ്വാഴ്ചയുള്ള ധ്യാനമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. പിന്നെ സാക്ഷ്യങ്ങളോ, അതിലൂടെയാണ് നമ്മൾ പരുവപ്പെട്ട് വരണത്. ഇതൊന്നും ഇവർക്ക് പ്രശ്നമില്ല. അവർ 10 കൊടുക്കത്തില്ല, ചിലപ്പോൾ കൊടുക്കും, കുറച്ച് അവിടെ ഇരിക്കും, അങ്ങനെയൊക്കെയുള്ള. അതുകൊണ്ട് 1 കൊല്ലം മുഴുവനും റിജക്ഷനാണ് വരുന്നത്. റിജക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവളുടെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയെ പ്രാർത്ഥന ഉള്ള കാരണം ഇവർക്കൊരു പ്രേയർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ വീണ് പോണില്ല. അപ്പം ഇവർക്ക് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം ഇവരൊരു സാക്ഷ്യം കേൾപ്പിച്ചു. സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവൾ ഉടമ്പടിയിലല്ലെന്നുള്ള മനസ്സിലായത്. സാക്ഷ്യമാണല്ലോ എൻ്റെ മെയിൻ സംഭവം. സാക്ഷ്യം എടുത്തവർ ഉടമ്പടിയിൽ എങ്ങനെയാണ് ജീവിച്ച് അത് ക്രാക്ക് ചെയ്തതെന്നാണ് നമ്മൾ സാക്ഷ്യം പറയണത്. പക്ഷേ ഇവർ സാക്ഷ്യം വായിക്കത്തില്ല, സാക്ഷ്യം കേൾക്കത്തില്ല. അത് കാരണം ഇവർക്ക് പുരോഗതിയില്ല ഉടമ്പടിയിൽ. ഉടമ്പടി കൊണ്ടുവന്ന് എന്തൊക്കെ എഴുതിയിട്ട് ഡംപ് ചെയ്ത് നേർച്ചപ്പെട്ടി കൊണ്ടുവന്ന് എഴുതിയിട്ടും പോകും. അങ്ങോട്ട് കിടന്ന് നോക്കും. ഇവിടെ വന്ന് ഇപ്പം ഞാനിപ്പോൾ ആളെ വെക്കാൻ പോവുകയാണ് ഫോട്ടോനെ പിടിക്കാൻ വേണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നോക്കുമ്പോൾ ഈ ആൾക്കാരെ കയറി ഉടമ്പടി ചെയ്യണത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കുറേ കാര്യങ്ങൾ ഏറ്റെടുക്കണം. അതിനൊന്നും ഇവർ തയ്യാറല്ല. അതായത് കൈ നനയാതെ മീൻ പിടിക്കണം. അങ്ങനെയുള്ള പക്ക ഫ്രോഡുണ്ട്. ആരെങ്കിലും ദൈവത്തിനെ പറ്റിച്ച് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് നേർച്ചപ്പെട്ടിയുടെ അകത്ത് കൊണ്ടുവന്ന് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉടമ്പടി ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമില്ലെന്നും
അത് ഉടമ്പടി ചെയ്ത ജനതയോടും വിശ്വാസത്തോടും സ്ഥാപനത്തോടും ശുശ്രൂഷയോടും ദൈവത്തിൻ്റെ പദ്ധതിയോടുമുള്ള പച്ചയായ വെല്ലുവിളിയായതുകൊണ്ട് മറ്റുള്ളവർക്ക് നീ ദുർമാതൃക കൊടുത്തതാണ്. എപ്പോഴും ഓർത്തേക്കണം. നീ വെറുതെ ആലപ്പുഴ വന്ന് പണി മേടിച്ചിരിക്കുന്നതാണ്. കാര്യം മറ്റുള്ളവർക്ക് നീ ദുർമാതൃക കൊടുത്തു. അത് ഈസിയായിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി, കൈ നനയാൻ മീൻ പിടിക്കാൻ വേണ്ടി മറ്റുള്ള ദുർമാതൃക കൊടുത്തു. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നീ തയ്യാറായില്ല. പിശാചിൻ്റെ ഉപകരണമായിട്ടാണ് നീ കൊണ്ടുവന്ന് നേർച്ചപ്പെട്ടി കെട്ടിത്താത്തിയിരിക്കണം. നിൻ്റെ നിയോഗം, നീ ഇതോടുകൂടി നിനക്ക് ഉള്ളത് കൂടി ഉള്ളവരിൽ നിന്ന് അവനുണ്ടെന്ന് കരുതന കൂടി എടുക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. മത്തായി 25:29. മത്തായി 25:29. ഉള്ളവന് നൽകപ്പെടും, ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ദൈവസ്നേഹമില്ല, ദൈവവിശ്വാസമില്ല, വെറുതെ വല്ലതൊക്കെ എഴുതിയിട്ടിട്ട് നേർച്ചപ്പെട്ടി കൊണ്ടുവന്ന് കെട്ടിത്താത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് എന്താ കർത്താവിൻ്റെ വചനം പറയണത്? അവർക്ക് ദൈവസ്നേഹമില്ല, ദൈവവിശ്വാസമില്ല, പിന്നെ കൈ നനയാൻ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ഉള്ളതുകൂടി ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഒരിക്കൽ നിങ്ങൾ ചെയ്യരുതത്. ഇത് പിന്നെ ആർക്കാ ചെയ്യാൻ പറ്റാത്തത്? ഇതെന്ന് പറയുമ്പോൾ ഇത് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ ഈ കാലങ്ങളിൽ ദൈവം കൊടുത്തൊരു പദ്ധതിയാണ്. ജീവിച്ചാൽ മാത്രം പോലെ ദൈവത്തിന് ബോധ്യമാകണം. അതാണ് പ്രശ്നം. നിങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല, ദൈവത്തിന് ബോധ്യമാകണം. അത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വെല്ലുവിളി എന്താണ്? ഇവിടെ കൊണ്ടുവന്ന് എഴുതിയിടണമെന്നല്ല പ്രശ്നം. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് ബോധ്യമാകാതെ കഴിഞ്ഞാൽ തീർന്ന വിഷയം. കണ്ട, വളഞ്ഞ് നെട്ടലിലൊക്കെ നേരെ വന്നെ കണ്ടില്ലേ? സെക്കൻഡുകൾക്കുള്ള നേരെ വന്നത്. നമ്മൾ സത്യസന്ധരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞ റെക്കോർഡ് ഇടേണ്ട ടൈമിൽ ക്ലേശങ്ങൾ വർദ്ധിക്കേണ്ട ഒരു സമയം റെക്കോർഡ് ചെയ്യണം. അവിടെ നീ ഒരു റെക്കോർഡ് ഇട്ടാൽ നിൻ്റെ 90-ാം വയസ്സിലും ഈ റെക്കോർഡായിരിക്കും കൈകാര്യം ചെയ്യണത്. അതാണ് വിഷയം. ഈ റെക്കോർഡായി കൈകാര്യം ചെയ്യണത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ദൈവതിരുസന്നിധിയിലെ മോശം കാലത്ത് നല്ല റെക്കോർഡ് ഇടാൻ നോക്കണം. വിശ്വാസത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, സുവിശേഷ സാക്ഷ്യത്തിൻ്റെ നല്ല റെക്കോർഡ്. അങ്ങനെ റെക്കോർഡിട്ടാൽ ദൈവം അത് ഓർത്തിരിക്കും. ഓർത്തിരിക്കും? നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹമെന്ന് പറഞ്ഞ സാധനം, നിൻ്റെ പഴയ സ്നേഹം ദൈവം റെക്കോർഡാണത്, ഓർത്തിരിക്കുകയാണ്. ഇപ്പോഴില്ലെങ്കിൽ അത് പറയും, ഇപ്പോഴത്രയും ഇല്ലെന്ന് പറയും. അതിൻ്റെ കാര്യം എന്താണ്? റെക്കോർഡ് ദൈവം സൂക്ഷിക്കുന്നു എന്നാണ്. അത് നിത്യത വരെ ഈ റെക്കോർഡ് സൂക്ഷിക്കും. ആദ്യമായി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 കൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബെൽജി, ഇതെൻ്റെ ഭാര്യ ഷീജ, മക്കൾ ആൽവിൻ, എബൻ, എയ്തൻ. ഞങ്ങൾ കോതമംഗലം രൂപത സെൻറ്റ് ജോസഫ് ചർച്ച് നെല്ലിമറ്റയിടവയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്, എനിക്ക് വിദേശത്തേക്ക് പോകാൻ ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. എനിക്ക് 6 മാസം ഞാൻ ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 2024 ഡിസംബർ 9-ാം തീയതി ജർമ്മനിക്ക് പോകാൻ സാധിച്ചു. അവിടെ ചെന്ന് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, അവിടുത്തെ കാർഡെല്ലാം ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം വരികയും പെട്ടെന്ന് അതിശക്തമായി വേദന വരികയും ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അവിടെ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ വേറെ ആരും എനിക്ക് പരിചയമില്ല, അവിടുത്തെ ലാംഗ്വേജ് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഭയം വന്നു. ഞാൻ ശക്തിയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2-ാമത്തെ ദിവസം രാത്രി യൂറിൻ പാസ് ചെയ്തപ്പോൾ
ആ കിഡ്നി സ്റ്റോൺ പുറത്തേക്ക് പോവുകയും 3-ാമത്തെ ദിവസം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയമായപ്പോൾ എനിക്ക് വലിയൊരു എമൗണ്ട് അവിടുത്തെ പേ ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. എന്നോട് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. എനിക്ക് ട്രാവൽ ഇൻഷുറൻസ് മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അവരത് വെച്ച് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ട്രാവൽ ഇൻഷുറൻസ് കമ്പനിക്ക് അത് ബില്ലെല്ലാം അയച്ചു കൊടുത്തു. എന്നെ അവർ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ കമ്പനിയിലേക്ക് തിരിച്ചു പോയി. കമ്പനിയോട് പൈസ പേ ചെയ്യാൻ പറഞ്ഞു. അവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അവിടുത്തെ കാർഡായിട്ടില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. എനിക്ക് ഏതാണ്ട് നാട്ടിൽ 5 ലക്ഷം രൂപയോളം അടയ്ക്കേണ്ടതായിട്ട് അവരെനിക്കിങ്ങനെ നിരന്തരം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ബില്ല് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ട്രാവൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു. 4 മാസം അവരായിട്ടിങ്ങനെ മെയിൽ അയക്കുകയും നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളെല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെ അവരായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഫലമായിട്ട് 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ബില്ലെല്ലാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ ശക്തിയായിട്ട് ഇടപെട്ട് ആ ബില്ലെല്ലാം എനിക്ക് ഒരു പൈസ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാതെ തന്നെ എനിക്ക് ബില്ലെല്ലാം ആ പൈസയെല്ലാം അവർ പേ ചെയ്തു, ഇൻഷുറൻസ് കമ്പനി. അതിനുശേഷം ജോലിയെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഈ 2025 ഈ ഡിസംബർ 20-ാം തീയതിക്ക് മുമ്പ് എനിക്ക് വിസ ശരിയാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനാൽ അതിൻ്റെ ഫലമായി സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് എനിക്ക് ഡിസംബർ 19-ാം തീയതി ഞങ്ങൾക്ക് വിസ, എൻ്റെ എല്ലാ ഫാമിലി എല്ലാവരെയും കൊണ്ടുപോകാനുള്ള വിസ എനിക്ക് വരികയും ഈ വരുന്ന തിങ്കളാഴ്ച 29-ാം തീയതി ഞങ്ങൾ ജർമ്മനിക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണിത്. ഞങ്ങൾ ഇപ്പോൾ ഈ വരുന്ന 29-ാം തീയതി ഞങ്ങൾ ഫാമിലിയായിട്ട് ജർമ്മനിക്ക് പോവുകയാണ്. അതിനു മുൻപായിട്ട് എനിക്ക് ജർമ്മൻ എക്സാം എഴുതണമായിരുന്നു. അപ്പം ഞാൻ ജർമ്മൻ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഹോൾ ടിക്കറ്റ് എല്ലാമായി അച്ഛനെ കാണാനായിട്ട് ഞാൻ ഇവിടെ വരാനിരിക്കുമ്പോഴാണ് അറിയുന്നത് അച്ഛൻ ഇവിടെ ഇല്ല, UK പോയേക്കുവെന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഞാനും എൻ്റെ മൂത്ത മോനും കൂടിയാണ്. എനിക്ക് ട്രിവാൻഡ്രത്തായിരുന്നു സെൻറ്റർ കിട്ടിയത്. ഞാനവിടെ എക്സാം എഴുതാൻ പോകാനായിട്ട് തുടങ്ങിയപ്പം എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടത്തോടെ ഞാൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. ഞാൻ മോനോട് പറഞ്ഞു ഇവിടെ വന്നിട്ട് പോവാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് ഞാൻ മുട്ടുകുത്തി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം എനിക്കതൊരിക്കലും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. കാരണം മറ്റൊരു ഭാഷ എനിക്കിത്രയും പ്രായമായിട്ടുണ്ട്. ഞാനതെങ്ങനെ പഠിച്ച് എടുക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി, അമ്മ ഇടപെടണമേ, ഒരു കഴിവുമില്ല, എൻ്റെ കഴിവിലൊരിക്കലും ഞാനിത് പാസ്സാകത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പോയി. ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. തൈലം തൊട്ട് പൂശി ഞാൻ പാസ്പോർട്ടിലെല്ലാം ഞാൻ കുരിശ് വരച്ചു. ഉപ്പ് ഞാൻ കയ്യിൽ കരുതിയെങ്കിലും കയ്യിലിങ്ങനെ മെൽറ്റായി പോകും നമ്മൾ വിയർക്കുമ്പോൾ. എങ്കിലും ഞാനത് ഇങ്ങനെ കയ്യിൽ കരുതി ഇടയ്ക്ക് ഞാനത് നാവിൽ തേച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എല്ലാം എഴുതിയിട്ട് പോന്നു കഴിഞ്ഞ് പിന്നെ നമുക്ക് 1 മാസം കഴിഞ്ഞ റിസൾട്ട് വരത്തുള്ളൂ. 1 മാസം ഞാൻ മുട്ടയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ ഞാൻ ഒരിക്കലും ആ എക്സാം പാസ്സാവുമെന്ന് എനിക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. എനിക്കൊരു 60 മാർക്ക് മാത്രം മതി ജയിക്കാനായിട്ട്. എനിക്കൊരു 60 മാർക്ക് തന്ന് എന്നെ സഹായിക്കണേ എന്ന് ഞാൻ പറഞ്ഞ് എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബത്തോടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മക്കളോടും പറയും അമ്മ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 63 മാർക്ക് തന്ന് എന്നെ അമ്മ സഹായിച്ചു. അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ മറ്റൊരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ കിണറ്റിലെ വെള്ളം കഴിഞ്ഞ ഒരു ഡിസംബർ മാസം ലാസ്റ്റ് ആയപ്പോൾ മുതൽ പച്ച കളറെന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വെള്ളം അത്ര മോശമായിരുന്നു. ഞാൻ എല്ലാ മാസവും കിണർ തേകുമായിരുന്നു. കിണർ തേകി ഒരു 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും വെള്ളം പച്ച കളറിലാവും,
ആ വെള്ളം പിന്നെ കുടിക്കാൻ കൊള്ളത്തില്ല. ലാസ്റ്റ് അവസാനം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച വസ്തുക്കൾ, ഉപ്പും തൈലവും എല്ലാം ഞാൻ കിണറ്റിൽ തേനും എല്ലാം കൊണ്ടുപോയി ഒഴിച്ച് ഞാൻ എല്ലാം പ്രാർത്ഥിച്ചു. എൻ്റെ കുടിവെള്ളം മുട്ടിക്കാൻ വേണ്ടി ഞാൻ എന്ത് പാപമാണ് അമ്മേ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് എൻ്റെ വെള്ളം ശരിയായി കിട്ടിയില്ല. അവസാനം ഞാൻ കുപ്പിയിൽ വെള്ളം എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു. അച്ഛൻ എനിക്ക് വെഞ്ചരിച്ചൊരു ലോക്കറ്റ് തന്നു. അച്ഛൻ പറഞ്ഞു, ഇത് കൊണ്ടുപോയി കിണർ ശുദ്ധീകരിച്ച് കിണറ്റിലിടുക, അതുകൂടാണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പും തൈലവും പൂശുക, തളിക്കുക, വെള്ളം ശരിയാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 3-4 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ വെള്ളം പഴയ അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് സാക്ഷ്യം എഴുതി കൊടുക്കണമായിരുന്നു. ഞാൻ സാക്ഷ്യം എഴുതിയതെല്ലാം ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞ ഈ രോഗശാന്തിയും ഞങ്ങളുടെ ഈ സാമ്പത്തികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ എഴുതി. അപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു, ഭർത്താവില്ലാതെ ഈ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല, തനിക്കായിട്ട് എന്തെങ്കിലും സാക്ഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജർമ്മൻ പാസ്സായത് മാത്രമേ ഉള്ളൂ, കൂടാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകാൻ നേരം അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും വന്ന് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ഈ വെള്ളം മാത്രം, എനിക്ക് കുടിവെള്ളമാണ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം, അതുമാത്രം എനിക്ക് നന്നാക്കി തരാത്തത് എൻ്റെ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ അത്രയും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. 7-ാം ദിവസം അപ്പോൾ പോയി വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം മൂത്ത മോനെ എന്നോട് പറയാം, അമ്മേ നമുക്ക് ഒന്നോടെ കിണർ തേകി നോക്കാം, ഒന്നോടെ നോക്കാം. ഞാൻ പറഞ്ഞു, ഇല്ല, ഇനി ഞാൻ ആ കിണർ തേകില്ല. കാരണം അച്ഛൻ വെഞ്ചരിച്ച വസ്തുക്കൾ ഇട്ടിട്ട് അത് വൃത്തിയാക്കി ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞ പോലെയല്ല ഞാൻ ചെയ്തതാണ്, ഇനി ഞാനത് തേകുന്നില്ല, അത് അമ്മ തന്നെ ശുദ്ധീകരിച്ച് തരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് തേകാൻ പോയില്ല. 7-ാം ദിവസം ഞാൻ വെറുതെ എന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കുമായിരുന്നു കിണറ്റിൽ ചെന്ന് നോക്കാൻ. ഞാൻ ചെന്ന് കിണറ്റിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ കുമ്മായം ഇങ്ങനെ ഊറി അടിഞ്ഞു പോകുന്ന പോലെ കിണറ്റിലിങ്ങനെ ഊറി അടിഞ്ഞിട്ട് വെള്ളം നല്ല കണ്ണുനീര് പോലെ തെളിഞ്ഞു കിടക്കണു. ഇപ്പോൾ ഞങ്ങളുടെ വെള്ളം ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ശുദ്ധി ചെയ്തിരിക്കുന്നു. അടുത്തത് പറയാനുള്ളത്, ഞാൻ പുതുക്കാൻ വന്ന സമയത്ത് എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും ഒന്നിച്ച് പോകാൻ വേണ്ടി, കാരണം ഭർത്താവ് ഡിസംബറിൽ ലീവിൽ നാട്ടിൽ വരുന്നുണ്ടായിരുന്നു, ആ കൂടെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഭർത്താവ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് അതെല്ലാം സാധിച്ചു തന്ന് ഞങ്ങൾക്ക് ഈ മാസം 19-ാം തീയതി ഞങ്ങൾക്കെല്ലാവർക്കും വിസ വന്നു. മൂത്തയാൾ മാത്രം പോകുന്നില്ല, അവൻ തന്നെ ജർമ്മൻ പഠിച്ച് പാസ്സായി വരണം. ഞങ്ങൾ 2 മക്കളും ഏട്ടൻ്റെ കൂടെ പോവുകയാണ്. ഈ 29-ാം തീയതി പോകും. അത് അമ്മ ഞങ്ങളുടെ കൃപ കൊണ്ടൊന്നുമല്ല, ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല ഇത് സാധിച്ചു കിട്ടിയതെന്ന് ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. അമ്മയുടെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ഉയർന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ അടിക്കടിയായിട്ട് ഞങ്ങൾ മേലേക്ക് ഞങ്ങൾ ഉയർത്തി. ഓരോ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ മാതാവ് കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളൂ. സങ്കടങ്ങളും സഹനങ്ങളും കൂടെ തരുമെങ്കിലും അതിൻ്റെ കൂടെ ഒരു സന്തോഷം എപ്പോഴും ഞങ്ങൾക്ക് തരാറുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എല്ലായിടത്തും ഞാനും മോനും ഉള്ളപ്പോൾ ഞങ്ങളെല്ലാം പത്രം കൊണ്ടുപോയി വിതരണം ചെയ്യും. അന്നേരം പാവങ്ങളായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ അടുത്തൊരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഇതുണ്ട്, അവിടെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുത്ത്, ഞങ്ങൾ 3-4 പേര് കൂടിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വിളമ്പി കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാം ആത്മീയമായിട്ട് ഞങ്ങളെല്ലാ ദിവസവും മാക്സിമം ഭർത്താവ് വെളിയിലാണെങ്കിലും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് സന്ധ്യാപ്രാർത്ഥന ചൊല്ലാറുള്ളത്. മക്കളെയാണെങ്കിലും ഞങ്ങൾ നല്ല രീതിയിൽ ഈശോയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്.
ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വിമല വിൽസൺ. ഇതെൻ്റെ ഭർത്താവ് മോനിച്ചൻ, മോള് ഹെലേന. ആദ്യമായി ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടെ നിർത്തിയിരിക്കുന്നതിന് കോടാനുകോടി നന്ദി പറയുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ട് തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഗവൺമെൻറ് ജോലി എന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2019 കോവിഡ് കാരണവും മറ്റു കാരണങ്ങൾ കാരണവും അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് 2024 സെപ്റ്റംബർ 6 ഞാൻ അടുത്ത ഉടമ്പടി എടുക്കുന്നത്. 7 എനിക്കൊരു PSC എക്സാം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ജോസഫ് അച്ഛനെ കാണാൻ പറ്റുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുകയും ചെയ്തു. എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഒരു എക്സാമായിട്ട് ഞാൻ ഇവിടെ വരാൻ ഇട വരുത്തരുതേ എന്നും പറഞ്ഞാണ് ഞാൻ ഇറങ്ങിയത്. 2014 ഞാൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ എക്സാം എഴുതുന്നത്. 2 ജില്ലയിലേക്ക് ഡബ്ലിങ്ങോടായിരുന്നു ആ എക്സാം. കോട്ടയവും തൃശ്ശൂരുമായിരുന്നു ഞാൻ അയച്ചിരുന്നത്. കോട്ടയം ഞാൻ മെയിൻ ലിസ്റ്റ് 36 ആയിരുന്നു, തൃശ്ശൂരും മെയിൻ ലിസ്റ്റിലായിരുന്നു. എങ്കിലും 2 നിന്നും എനിക്ക് നിയമനം ലഭിച്ചില്ല. 35ാമത്തെ റാങ്ക് വരെ നിയമനം നടത്തി ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നു. 2018 തൊട്ട് എഴുതുന്ന എല്ലാ മെയിൻ ലിസ്റ്റിലും ഞാൻ ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും അത് ലിസ്റ്റ് ക്യാൻസലാവുകയും അത് എനിക്ക് കിട്ടാതെ വരികയും ചെയ്യുന്നു. ഏകദേശം ഒരു 5 ലിസ്റ്റിലോളം ഞാനുണ്ടായിരുന്നു. അങ്ങനെ മാനസികമായി ഒത്തിരി തകർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ 2ാമത് ഉടമ്പടി എടുക്കാൻ വരുന്നത്. അങ്ങനെ ഉടമ്പടിയുടെ ഫലമായി 2010 വർഷങ്ങൾക്ക് ശേഷം 24 ഡിസംബർ 8 അതായത് എൻ്റെ ഉടമ്പടി 94ാമത്തെ ദിവസം ഞങ്ങളുടെ കേസിൽ കിടക്കുമായിരുന്ന ലിസ്റ്റിൽ നിന്ന് അനുകൂലമായി ഞങ്ങൾക്ക് വിധിയുണ്ടായി. കഴിഞ്ഞ ഡിസംബറിന് മാതാവ് എനിക്ക് തന്ന ഒരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. എങ്കിലും അടുത്ത 1 വർഷത്തോളം വീണ്ടും ഒരുപാട് തടസ്സങ്ങൾ അതിൽ നിന്നുണ്ടായി. ലിസ്റ്റ് നിലവിൽ വന്നിട്ടും ഞങ്ങൾക്ക് നിയമനം ലഭിക്കാതെയായി. അത് കഴിഞ്ഞ് അഡ്വൈസ് എഴുതി വെച്ചിട്ടും 2 മാസത്തോളമായിട്ടും അത് കയ്യിൽ കിട്ടുന്നില്ല. അങ്ങനെ അഖണ്ഡ ജപമാല റാലിയുടെ അന്ന് ഞാൻ ഞാൻ കണ്ണീരോട് കൂടിയാണ് പ്രാർത്ഥിച്ചത്. അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് കുർബാനയിലെ കാസ ഉയർത്തുന്ന നേരം ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ഈശോയെ അങ്ങയുടെ തിരുരക്തം ഒഴിച്ച് മാതാവിൻ്റെ മധ്യസ്ഥയാൽ എൻ്റെ ഈ തടസ്സം, ജോലി എൻ്റെ കയ്യിൽ കിട്ടുന്നതിനുള്ള തടസ്സം മാറ്റിത്തരണമേ എന്ന്. അന്ന് തന്നെ അഡ്വൈസ് അയക്കാനുള്ള ഓർഡർ വന്നു. പക്ഷേ ഞാൻ കണ്ടില്ല. പിറ്റേ ദിവസമാണ് ഞാൻ മെസ്സേജ് നോക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിലെ ഭവന സന്ദർശനത്തിന് ഞാൻ നിയോഗമായിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മ പള്ളിയിൽ കയറുന്നതിന് മുൻപ് എനിക്ക് ഈ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരണമേ എന്ന്. ഒക്ടോബർ 30 അമ്മ പള്ളിയിൽ കയറുന്ന ദിവസം എൻ്റെ അഡ്വൈസ് എനിക്ക് കയ്യിൽ കിട്ടി. കഴിഞ്ഞ മാസം 15 തൃശ്ശൂർ കോർപ്പറേഷനിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറായി ഞാൻ ജോയിൻ ചെയ്തു. നീണ്ട 10 വർഷങ്ങൾ കഴിഞ്ഞ് 10 വർഷം മുമ്പ് എഴുതിയ ഒരു ലിസ്റ്റിൽ നിന്നാണ് എനിക്ക് ഈ നിയമനം ലഭിച്ചത്. അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ വേറൊരു നിയോഗമായിരുന്നു ഭർത്താവിൻ്റെ ഒരു ദുശ്ശീലം. ഏകദേശം 20 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ഇന്നിവിടെ നിൽക്കുമ്പോൾ അതും എനിക്ക് മാറിക്കിട്ടി. ഈ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ചെറുതും വലുതുമായി തന്ന 1000 അനുഗ്രഹങ്ങളുണ്ട്. അതിനെല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നീട് ഓൺലൈൻ മാധ്യമത്തിലൂടെ വാട്സപ്പ്, യൂട്യൂബ് അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് കേൾക്കുകയും ആ കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ എത്ര പേർക്ക് അത് സെൻഡ് ചെയ്ത് അവരെ കൊണ്ട് അത് കാണിക്കാൻ സാധിക്കുമോ, കണ്ടില്ലെങ്കിൽ വിളിച്ച് ചോദിച്ച്
ആ സാക്ഷ്യം കാണാൻ അവരോട് പറയുകയും ഒത്തിരി പേരെ എനിക്കതിലൂടെ സാക്ഷ്യം കേട്ട് കൃപാസനത്തിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് വലിയ രീതിയിലൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, എങ്കിലും മറ്റുള്ളവർക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നമ്മളുടെ സഹായം ആവശ്യം വരികയോ നമ്മളെക്കൊണ്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വീട്ടിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാനും എൻ്റെ കുടുംബവും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.